കൈലാസനാഥൻ്റെ ഒരു ചൈതന്യത്തിൽ, പിന്നെ കാടോടെ വീട് അങ്ങനെ നമുക്കൊരു വനവാസത്തിൽ പോയൊരു ചൈതന്യം ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഒരു വിഗ്രഹത്തിൻ്റെ അതിൻ്റേതായ ഒരു ശൈലിയിൽ കിട്ടുന്നതാണ്. അപ്പോൾ പാളയം പരൻ പറഞ്ഞാൽ ആ ഒരു 3 സമുദായങ്ങൾക്കുള്ള. അപ്പോൾ ഈ 3 സമുദായത്തിലും 1 വിഷുമാലയിൽ മണ്ണാരപ്പെട്ടു. പിന്നെ ഈ കൈലാസനാഥൻ്റെ അനുഗ്രഹത്താലാണ് ഞങ്ങൾക്ക് ഈ വരങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ദൈവികമായുള്ള ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ പോയി കലകൾ ആചാരപ്രകാരം വീടിനും പിന്നെ നാടിനും അഭിവൃദ്ധി വേണ്ടി ഭഗവാൻ തന്നൊരു അതുകൊണ്ട് നടക്കാറുണ്ട്. മേക്കപ്പിന് ആദ്യം ഉപയോഗിച്ചിരുന്നത് മനോല എന്ന് പറഞ്ഞൊരു കല്ലിൻ്റെ ഉപയോഗിച്ചിട്ടായിരുന്നു. പിന്നീട് അത് കിട്ടാണ്ടായി നോക്കുമ്പോൾ അരിപ്പൊടിയും മഞ്ഞപ്പൊടിയും കൂടിയിട്ട് ചാലിച്ചിട്ട് ചാന്തണിയാന്നായി. കൺമഷി കൊണ്ടിട്ട് കണ്ണെഴുതുക, ചാന്ത് കൊണ്ട് കണ്ണു പൊട്ടുകുത്തുക, അങ്ങനത്തെ സമ്പ്രദായത്തിൽ നിന്ന് മാറിയിട്ട് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇന്നത്തെ ഈ തെയ്യക്കാർ ഉപയോഗിക്കുന്ന രീതിയിലുള്ള സിങ്ക് വെയിറ്റ് അങ്ങനത്തെ കളർ പൗഡറുകളായിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കിരീടത്തിന് പറയുന്നത് ഈ കൃഷ്ണകിരീടം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതാണ് ഞങ്ങൾക്ക് പാടുള്ളൂ. പിന്നെ ഉടയാട കാര്യങ്ങൾ അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറ്റപ്പെടുത്തലുകൾ വന്നിട്ടുണ്ട്. പഴയ മേക്കപ്പ് ഒക്കെ നിങ്ങൾ തന്നെയാണ് ഞാൻ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ പറ്റിയ വേറെ കലാരൂപങ്ങൾ എന്തൊക്കെ? ഞങ്ങളുടെ സമ്പ്രദായത്തിൽ ഇതാണ്. പിന്നെ ഞങ്ങൾക്ക് ആദ്യകാലത്ത് പറഞ്ഞത് ഓണപ്പാട്ടുകളാണ്. പിന്നെ ഞങ്ങളെ തന്നെ പഴയ ചില ഏരിയകൾക്ക് നായടി പൂതൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു സമ്പ്രദായം ഉണ്ട്. ഇത് ആണ്ടിപ്പൂതൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തലമുറകളായിട്ട് കൈമാറി വന്നിരുന്ന. ഇതിപ്പോൾ ഞങ്ങൾക്കൊരു ദേശത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളതൊരു രീതി മാത്രം. ഇതിങ്ങനെ കുട്ടികളാണോ? അത് പെൺകുട്ടികളാണെങ്കിൽ പ്രായപൂർത്തിയാവുന്നതിൻ്റെ മുന്നേ വരെ കെട്ടിക്കാം. അത് പ്രായപൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെട്ടിക്കാൻ പറ്റില്ല. പിന്നെ ഈ ചെറുപ്രായത്തിലുള്ള കുട്ടികൾക്ക് കെട്ടാം. പിന്നെ നമ്മളെ പോലത്തുള്ള വലിയവർക്കും കെട്ടാം. ശരിക്കും സാധാരണ നമുക്ക് കെട്ടണമെങ്കിൽ കിരീടം മുതൽ എല്ലാതും മാറ്റപ്പെടുത്തണം. ഇപ്പൊ നമ്മളെ കയ്യിലുള്ളത് ഈ ചെറിയ കുട്ടികളുടെ സംഗതികളാണ്. എല്ലാതും മാറ്റപ്പെടുത്തണം. ഒക്കെ വലുതാക്കിയിട്ട് ഉണ്ടാക്കണം കാര്യങ്ങൾ. ഇത് ഒരുപാട് ഒരു 30 വർഷത്തിന് വീതം ഉണ്ടാവും. ചിലപ്പോൾ പഴക്കണ്ടാവും. പക്ഷേ ഇതും ഈ ബാക്കത്തെ ഭാഗം മാത്രമാണ് ഇപ്പൊ ഞങ്ങൾ അഴിച്ചു പണിയെടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ചെണ്ടയാണ് ഞങ്ങളിതിന് ഉപയോഗിക്കുന്നത്. 5 അടക്ക് കളികളുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഈ ചെറിയ പിള്ളേരെ കുട്ടികളായതുകൊണ്ട് നമുക്കത് അത്രയും കാരണം വെട്ടിച്ചുരുക്കിട്ട് ആ രീതി മാത്രമായിട്ട് മാറ്റപ്പെടുത്തി മാത്രം എല്ലാ വീടുകളിലും അത് നമുക്ക് കാവിലേക്ക് എത്തുന്നതിന്റെ മുന്നേ ഒരു 10 വീട് കയറുക, നമ്മൾ വരുന്നുണ്ട് എന്നുള്ളത് അറിയിക്കാന്ന് മാത്രം. ഇത് ഉത്സവത്തിന്റെ അന്നാണോ അതോ ഉത്സവത്തിന് മുന്നായിട്ട്? ചില ഭാഗങ്ങളിൽ തലേ ദിവസം നടക്കാം. അത് നമ്മുടേതായിട്ടുള്ള സാമ്പത്തിക പ്രശ്നം നമുക്ക് എല്ലാവരും പൂരം അറിയിക്കുക എന്ന് പറഞ്ഞ സമ്പ്രദായമാണ്. നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മണ്ണാർ സമുദായക്കാരുടെ തറ പൂതൻ അവർ കയറിയതിൻ്റെ തൊട്ട ബാക്കിൽ ഞങ്ങൾ കയറണം. അതാണ് ശരിക്കും പറഞ്ഞിട്ടുള്ളത്. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ശരത്ത് എന്നാണ്. ഇത് മകനാണ്, അനിയനാണ്. ശരി കേട്ടോ, വളരെ ഉപകാരം.
ഏവർക്കും എക്സൽ ബിൽഡേഴ്സ് ഡിസൈനേഴ്സിന്റെ ഉത്സവാശംസകൾ. 3D exterior and interior design, സംഗീതം, IPPMS uploading. എക്സൽ ബിൽഡേഴ്സ് ഡിസൈനേഴ്സ് കൂറ്റനാട് ബ്ലോക്കിന് മുൻപ് കോൺടാക്ട് നമ്പർ അഭിനന്ദ് 800767659747 പോലീസ് അറിയിപ്പ്. ഉത്സവ നഗരിയിലെ തിരക്ക് കണക്കിലെടുത്ത് വിലയിരുത്തുന്ന Pali pali para kundate